ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ ബ്രദറും നാത്തൂനുമൊക്കെ ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്നു ആ ഒരു നിമിഷത്തിനെ പറ്റി. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ തങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചെല്ലാവരും കൂടി വെള്ളിമൺ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. വെള്ളിമൺ ക്ഷേത്രം എന്ന് വെച്ചാൽ ഗണപതി ക്ഷേത്രം, വെള്ളിമൺ കൊട്ടാരം ഗണപതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. രാവിലെ അവിടെ പോയി കുളിച്ച് തൊഴുതു, ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോറൊക്കെ വെക്കുകയാണ്. അമ്മയും മണിച്ചേച്ചിയുണ്ട്. മണിച്ചേച്ചി നമുക്ക് എന്തിനും സഹായമായിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പം മണിച്ചേച്ചി അമ്മയുണ്ട്. അമ്മ അരി അടുപ്പിലിട്ടു. അപ്പം കലം വെച്ചപ്പോൾ അങ്ങോട്ട് കലം ചോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചരുവത്തിലാണ് അരി വെക്കുന്നത്. കലം ചോരാൻ കാര്യം ഉപയോഗിക്കാതിരുന്നത് കൊണ്ടായിരിക്കണം കലം ചോരുന്നത്. അപ്പോൾ ചരുവത്തിലാണ് അന്ന് ചോറ് വെച്ചത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ അഷ്ടമുടി കായലിലേക്കാണ്. അഷ്ടമുടി കായലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് 4 വശവും ചുറ്റാകെ കായലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. പണ്ട് ഞങ്ങളിവിടെയൊക്കെ ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വരാൻ പോലും പേടിയാണ്. കാരണം ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല, ഒറ്റപ്പെട്ട് കിടക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പണ്ടൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വരുമായിരുന്നു. കാര്യം ഇത് വള്ളക്കടവാണ് കേട്ടോ. ഞാൻ ഇറങ്ങി പോകുന്നത് വള്ളക്കടവിലോട്ടാണ്. അപ്പോൾ ഈ വള്ളക്കടവിൽ നിന്ന് അക്കരെ കാണുന്നത് പെരുമണാണ്. അപ്പോൾ ഈ വള്ളത്തിനകത്ത് കയറി ഞങ്ങളെ അക്കരെ കൊണ്ടാക്കും. അവിടെ അമ്മുമ്മയുടെ വീടുണ്ട്. അച്ചാമ്മയുടെ വീടും അമ്മുമ്മയുടെ വീടും അവിടെ തന്നെയാണ്. അപ്പോൾ ഓണത്തിനൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഈ വള്ളത്തിനകത്ത് കയറിയാണ് പോകുന്നത്. പോയി അമ്മുമ്മയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അതൊക്കെ ഒരു ഓർമ്മകളാണ് കേട്ടോ. ഇപ്പം ആരും വള്ളത്തിലൊന്നും പോകുന്നില്ല. എല്ലാവർക്കും സ്വന്തമായിട്ട് കാറും ബൈക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ആരും ഇപ്പം ഈ വള്ളത്തിനെ ആശ്രയിക്കുന്നില്ലെന്ന് വേണം പറയാൻ. എങ്കിലും ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരെ ഇതേപോലെയൊക്കെ ഉള്ളവർ വരുമ്പം ഇതൊക്കെ ഇപ്പം അതൊരു ഓർമ്മ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. എന്നെങ്കിലും ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു. പെരുമൺ ദുരന്തം നടന്നത് ആ ഭാഗത്താണ്, അക്കരെ ആ ഭാഗത്താണ് പെരുമൺ ദുരന്തം നടന്നത്. അപ്പോൾ അതെല്ലാം കണ്ട് നല്ലതുപോലെ ആസ്വദിച്ചു. അപ്പോൾ കാണാം ഒരു വലക്കാർ വലയിടുന്നുണ്ട് കേട്ടോ. അങ്ങേയറ്റത്ത് വലക്കാർ വലയിടുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന പിള്ളേർ, അതായത് അദ്വൈതും ചിക്കുവും കൂടി ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അവിടെ ഞങ്ങളവിടെ വന്ന് ചൂണ്ടയിടുകയാണ്. ഇപ്പം തന്നെ ഏതാണ്ട് കിട്ടുമെന്നുള്ള രീതിയിലാണ് ചൂണ്ടയിടുന്നത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. നമ്മുടെ പ്രാർത്ഥന മോക്കാണെങ്കിൽ അങ്ങ് വെള്ളത്തിൽ ചാടിക്കോളാൻ വയ്യാതെ നിൽക്കുവാണ് കേട്ടോ. ഇപ്പം ഞാൻ ചാടും, വെള്ളം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമാണ് നമ്മുടെ കുഞ്ഞാമി. ഇപ്പോൾ മീനൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഈ വലക്കാർ വലയിടുന്നത് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ആ കുഞ്ഞു വള്ളത്തിനകത്ത് കണ്ടോ വലയിടുന്നത് കണ്ടോ, നല്ല കായൽ മീൻ കിട്ടും. പിന്നീട് ഞങ്ങൾ അവിടെ എല്ലാം നിന്ന് കണ്ട കുറേ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.